സ്വന്തം സഹോദരനെ അടിച്ചു കൊന്നുകളഞ്ഞ അബ്ശാലോം അത് നിമിത്തം തൻ്റെ പിതാവായ ദാവീദിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടി മറ്റൊരു ദേശത്ത് പോയി താമസിച്ചു. അപ്പൻ്റെയും മകൻ്റെയും ഇടയിലുള്ള അകൽച്ച നീക്കുവാൻ നാളുകൾക്ക് ശേഷം സെരൂഗിയുടെ മകനായ യോബാബ് ദാവീദിൻ്റെയും അബ്ശാലോമിൻ്റെയും മധ്യത്തിൽ മധ്യസ്ഥത നിൽക്കുന്നതാണ് ഈ അധ്യായം. ഇവിടെ മനുഷ്യനു വേണ്ടി മധ്യസ്ഥത ചെയ്തപ്പോൾ സ്വർഗത്തിൽ പിതാവായ ദൈവത്തിനു മുമ്പിൽ പുത്രനായ ദൈവം മാനവരാശിക്കായി മധ്യസ്ഥത ചെയ്യുന്നത് പുതിയ നിയമത്തിൽ കാണാം. മനുഷ്യന് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നത് ഭൂമിയിൽ ഒരു അനുഗ്രഹമാണെങ്കിൽ, ദൈവം മനുഷ്യന് വേണ്ടി ചെയ്യുന്ന മധ്യസ്ഥത വിടുതലും അനുഗ്രഹവുമാണ്. വചനം പറയുന്നു, ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ ഏക മധ്യസ്ഥൻ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ.